നല്ല ചൂട് കിട്ടോ, അതുകൊണ്ട് ഇങ്ങനെ തലമുടിയൊക്കെ കെട്ടി വെച്ചിട്ടുള്ളത്. വയനാട് ജില്ലയ്ക്ക് ഇത്ര ചൂടാണെങ്കിൽ പുറത്ത് ജില്ലയിൽ എന്ത് ചൂടായിരിക്കുന്ന ആലോചിക്കാൻ ഞാൻ. ഇവിടെ ആകെ ഇപ്പം എനിക്ക് തോന്നുന്നു തണുപ്പുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമ്മുടെ ബേബി ഡോളാണ്. ഇവിടെ നല്ല സുഖമാണ് കിടന്നുറങ്ങാൻ. കുട്ടികളൊക്കെ ഉറങ്ങി ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കാര്യം പറഞ്ഞു പോകാം. എന്താ വന്നതെന്ന് വെച്ചാൽ പാരൻസിനും കുറേ പേർക്കും ഇപ്പോൾ ഭയങ്കര ഡൗട്ട്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് വരുന്ന പുതിയ എൻക്വയറീസ് ഒക്കെ ഭയങ്കര സംശയമാണ്. നിങ്ങൾ എന്താണ് കുട്ടികൾക്ക് സ്നാക്സ് കൊടുക്കുക? അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ ബേബി ഡോളിൽ സ്നാക്സ് പ്രൊവൈഡ് ചെയ്യും. ബേക്കറി ഐറ്റംസ് ഒന്നുമില്ല, പുറത്തുനിന്നുള്ള ഫുഡ് ഒന്നും കൊടുക്കില്ല. നമ്മളല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൊടുക്കും. അത് ഒരു 4 ടൈംസ് നമ്മൾ അല്ലെങ്കിൽ 3 ടൈംസ് കുട്ടികൾക്ക് കൊടുക്കും. അതെന്താണ് കറക്റ്റ് ടൈമിൽ നമ്മൾ ഫുഡ് കൊടുക്കുക. ലഞ്ച് മാത്രമാണ് കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണുള്ളൂ. അവർക്ക് ബാക്കി എല്ലാ സ്നാക്സും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. അപ്പം ഞാൻ മുമ്പ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. മെനു ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ലോങ് വീഡിയോ മറ്റോ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ക്വിക്കായിട്ട് പറഞ്ഞു പോകാം കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഷോർട്ടിൽ ഇത് പറയാന്നുള്ളത്, എന്നാലും ഞാൻ വേഗം പറഞ്ഞു പോവാം. ഇതാണ് നമ്മുടെ മെനു കാർഡ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയില്ല. ഇതെൻ്റെ കസിൻ ബ്രദർ ഡിസൈൻ ചെയ്തതാണ്. ബേബി ഡോൾ എന്ന് എഴുതിയിട്ട് കുടിച്ചാട്ട്. ഇതിൽ മോർണിംഗ് ആൻഡ് ഈവനിങ് സ്നാക്സ് ഇതാണ് നമ്മൾ കാര്യമായിട്ട് പറയുന്നത്. അതിൽ പിന്നെ രാവിലെ 9:30 കറക്റ്റ് നമ്മൾ റാഗി മുത്താറി കുറുക്ക് കൊടുക്കും. വീട്ടിൽ നിന്ന് കഴിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരും ഇവിടുന്ന് 2 ഗ്ലാസ്സൊക്കെ നിർബന്ധമായിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുന്നത് കൊണ്ടല്ല, അതിനകത്ത് അത് ചിലപ്പം എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ അവർ കഴിക്കുന്നതാണ്. അപ്പം അതിനകത്ത് നമ്മൾ ശർക്കരയാണ് ചേർക്കൽ. നമ്മൾ ഇത് ചേർക്കലില്ല, ഷുഗർ എന്ന് പറയുന്ന പഞ്ചസാര ചേർക്കാതെ ശർക്കര ചേർക്കും. നല്ല അയൺ കണ്ടന്റ് ആണല്ലോ. പിന്നെ മോർണിംഗ് നമ്മൾ ഈ കാണുന്ന പോലെ റാഗിപ്പുട്ട്, പഴം പുഴുങ്ങിയത്, കട്ട് ഫ്രൂട്ട്സ്, ഓട്സ്, കോൺഫ്ലേക്സ്, ക്യാരറ്റ് പുട്ട്. ഇപ്പോൾ കുറച്ചൊരു 3 more months ആയിട്ട് നമ്മൾ പാരൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം കുട്ടികൾക്ക് കറി ആഡ് ചെയ്തിട്ട് ഒരു വീക്കിലി 3 days നമ്മൾ കൊടുക്കും. അതായത് ദോശ, സാമ്പാർ, ഇഡലി, ചട്നി, പത്തിരി, നോൺ വെജ് എന്തെങ്കിലും, കടലക്കറി, അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊടുക്കാറുണ്ട്. പിന്നെ ഒരു 12:30 ആകുമ്പോൾ ഇവർ, ഇത് 11 മണിയുടെ സ്നാക്സാണ്. 12:30 ആകുമ്പോൾ ഇവർ ഫുഡ് കഴിക്കും, കിടന്നുറങ്ങും. പിന്നെ ഉറങ്ങി എണീറ്റ് 3-4 മണിക്കുള്ളിൽ ഉറങ്ങി എണീക്കും. അപ്പോഴാണ് നമ്മുടെ അടുത്ത സ്നാക്സ്. അത് നമ്മൾ കുറച്ചുകൂടി ഈ പുഴുങ്ങിയ ഐറ്റംസാണ് കൊടുക്കൽ. അതായത് ഇവരുടെ കലോറി, ഒരു വീക്കിലുള്ള കലോറി മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ മെനു പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതിൽ കണ്ടോ പയർവർഗ്ഗങ്ങൾ, കടല, അതൊക്കെ പുഴുങ്ങിയത്, പിന്നെ അതാ നമ്മുടെ മട്ട, അവില്, ഉപ്പുമാവ്, ഫ്രൂട്ട് സാലഡ്, വെജ് സാലഡ്, കടല, കാടമുട്ട, പാല് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു എല്ലാ ഡേയ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് പാലുണ്ട്. പിന്നെ നമ്മുടെ മുത്താറിയിലും പാൽ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെനു എന്ന് പറയുന്നത്. ഇത് വളരെ കുട്ടികൾക്ക് ഭയങ്കര ഹെൽത്തി ആയ ഒരു ഫുഡാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. കഴിക്കില്ല എന്ന് പറയുന്ന ആളുകൾ പോലും അവരുടെ ലഞ്ച് കഴിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ മെനു കഴിക്കും. പിന്നെ ഒരു 5:30 ആകുമ്പോൾ, 5:00 ശേഷം, നമ്മൾ 7 o'clock ആണ് നമ്മുടെ ടൈമിങ്. 5:00 ശേഷമുള്ള ആളുകൾക്ക് നമ്മളടുത്ത് ഫുഡ് അതിൻ്റെ കൂടെ കൊടുക്കും. എന്തെങ്കിലും ചെറിയ ഐറ്റംസ് കൊടുക്കും. പിന്നെ ഇതൊന്നും കൂടാതെ ഇവർക്ക് പ്ലേ ടൈമിൽ വിശക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നട്ട്സും ഡേറ്റ്സും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേബി ഡോളിലെ മെനു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ.